ഇന്ന് വാർത്തകളൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലിജോ വർഗീസ് ആണ് എനിക്കൊപ്പം ഉള്ളത് പ്രസ് സ്റ്റോപ്പിൽ. ഹായ് ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബജറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ പാട്ടുകളും സിനിമാ പേരുകളും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ഹെഡ്ലൈനുകൾ വന്നിട്ടുള്ളത്. ആ ഹെഡ്ലൈനുകളിൽ ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും അങ്ങനെയാണ് വന്നേക്കുന്നത്. അതൊന്ന് കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. അതാണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. നമുക്ക് ഓരോരോ ഹെഡ്ലൈനുകളായിട്ട് നോക്കി വരാം. ആദ്യം മാതൃഭൂമി ആണ് കാണുക. മാതൃഭൂമി കാണുമ്പോൾ അതിൽ മനസ്സിലോട്ട് എന്നാണ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ആ വാർത്ത ഇന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറേ എന്താ പറയുക, മ്യൂസിക്കിൻ്റെ എലമെൻസ് ഒക്കെ ചേർത്ത് അതിൽ ഓരോരുത്തരും, അതായത് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു കാരിക്കേച്ചർ കാണാം. അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ജനപ്രിയ ബജറ്റ് എന്നുള്ളതാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതിൽ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ, ആശാ വർക്കർമാർക്ക് വേതനം 1000 രൂപ കൂട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ഒന്നാം പേജിൽ വളരെ സംഗീത സാന്ദ്രമായിക്കൊണ്ട് ബജറ്റ് എന്നതിനെ മനസ്സിലോട്ട് എന്ന പേരിൽ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. മനോരമയിലേക്ക് വരുമ്പോൾ അത് ഡെലൂലു സൊലൂലു എന്നുള്ളതാണ്. അതായത് അതും സർവം മായ എന്ന സിനിമയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. ആ ഡെലൂലു എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ പറയുന്നുണ്ട് ഡെലൂലു സൊലൂലു എന്താണെന്നാണ് പറയുന്നത്. ജെൻസി തലമുറയുടെ നിരന്തര പ്രയോഗം കൊണ്ട് മലയാളത്തിലേക്കും സ്വീകരിക്കപ്പെട്ട വാക്കുകൾ. ഡെല്യൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഡെലൂലു രൂപപ്പെട്ടത്. മിഥ്യാബോധം, വ്യാമോഹം എന്നൊക്കെ സാമാന്യാർത്ഥം. സൊല്യൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ചുരുക്കമാണ് സൊലൂലു. പരിഹാരം, പ്രതിവിധി എന്നൊക്കെ അർത്ഥം. അതായത് ഒരു വ്യാമോഹത്തിൽ ഉള്ള പരിഹാരം എന്ന നിലയിലാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ മനോരമ ഇന്ന് വെച്ചിരിക്കുന്നത്. തദ്ദേശ വിധിയിലെ വലിയ പ്രശ്നം, ധനസ്ഥിതി എന്ന രണ്ട് വലിയ പാറക്കെട്ടുകൾ ഉണ്ട്. അതിനെ തുരക്കാൻ ഒരു തുടർ ഭരണത്തിന് വേണ്ടി ഒരു തുടർഭരണ പാത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന വലിയൊരു കാരിക്കേച്ചർ കൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങളും നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആണ് ഈ വാർത്തയെ ഒരു ഫുൾ പേജിൽ ആ വാർത്ത വെക്കുന്നു. പക്ഷേ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്തുകൊണ്ടാണ് ഇന്ന് മനോരമ ഈ ബജറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും മാധ്യമം പത്രത്തിലേക്ക് വരുമ്പോൾ അത് സിനിമാ പേര് തന്നെയാണ്. സർവം മായ എന്നുള്ള പേരിൽ തന്നെയാണ് ആ വാർത്ത ഇന്ന് കൊടുത്തിരിക്കുന്നത്. കാലി ഖജനാവിൽ ക്ഷേമ പ്രതീക്ഷ എന്നുള്ളതാണ്. വിധിയെഴുത്തിന് മുൻപ് വാരിക്കോരി എന്നുള്ളതാണ്. DA ഓണറേറിയം, ശമ്പള കമ്മീഷൻ, പെൻഷൻ, ക്ഷേമം, 100 കോടി, 500 കോടി, 100 കോടി എന്നിങ്ങനെ ഒരു ഭൂതം ഒരു പെട്ടിക്ക് അകത്തു നിന്ന് വരുന്ന പോലെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗോപാലിനെയും കാണാം. അത്തരത്തിലൊരു കാരിക്കേച്ചർ VR രാകേഷിൻ്റെ ഒരു കാർട്ടൂൺ കൂടി വരച്ചുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിനെ ഒരു സർവമായ എന്ന നിലക്കാണ് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ നിവിൻ പോളി ചിത്രത്തിൻ്റെ പേര് കൊടുത്തുകൊണ്ടാണ് മാധ്യമം ഇന്ന് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ പേര് കൊടുത്തുകൊണ്ട് തന്നെ മറ്റൊരു പത്രം കൂടിയുണ്ട്. അത് ചന്ദ്രികയാണ്. സർവമായ, വോട്ട് തട്ടാൻ അവസാന അടവ്, പറ്റിക്കൽ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ചന്ദ്രിക ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊള്ളയായ വാഗ്ദാനങ്ങളാണ്, അപ്രായോഗിക പദ്ധതികൾ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെറും വാഗ്ദാനം, ഒന്നും നടക്കില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ചന്ദ്രിക ഒരു പ്രതിപക്ഷ പത്രം എന്ന നിലയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അതിന് വീണ്ടും ഒരു ആ സർവമായ തന്നെ സർവം ക്ഷേമമായി മാറുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ ഉള്ളത്. വലിയ പേജിൽ, ഒരു ഫുൾ പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദ പഠനം വരെ സൗജന്യം ഉൾപ്പെടെയുള്ള 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ബജറ്റ് എന്ന തരത്തിൽ എല്ലാ ആളുകളുടെയും ചിത്രങ്ങൾ, ആ തരത്തിൽ വരുന്ന എല്ലാ ആളുകളുടെയും ചിത്രങ്ങൾ കൂടി ചേർത്ത്, അല്ലെങ്കിൽ കാരിക്കേച്ചർ കൂടി ചേർത്തുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള കൗമുദിയും സെയിം പേര് തന്നെയാണ്, സമാനമായ പേരുകൊണ്ട് തന്നെയാണ്, സർവം ക്ഷേമം എന്ന് തന്നെയാണ് കേരള കൗമുദിയും ഇന്ന് ഒന്നാം പേജിന് കൊടുത്തിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം, മുഴുവൻ DA, അഷ്വേർഡ് പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായുള്ളത് എന്നത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സർവം ക്ഷേമം എന്ന പേരിൽ കേരള കൗമുദി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.
സുപ്രഭാതം ബാലവിദ്യ എന്നുള്ളതാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ബാലഗോപാലൻ്റെ വിദ്യ എന്ന നിലക്ക് പേരിട്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്ന് പറയുന്നത് ക്ഷേമമറയിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ സുപ്രഭാതം പത്രം പറയുന്നത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ഷൻ 2026 വരുന്നതിന് മുൻപായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലക്ക് ആ തരത്തിൽ അതിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രഭാതം പത്രം ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ നിലയിൽ വീക്ഷണം പത്രം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരെയും പറ്റിച്ച് എന്നുള്ളതാണ്. എല്ലാവരെയും പറ്റിച്ച് കേരളത്തെ കണ്ണും പൂട്ടി കബളിപ്പിച്ചു. ബാലഗോപാൽ എണ്ണ ദേപ്പിക്കുമ്പോൾ പാടട എന്നുള്ളൊരു പാട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബജറ്റിൽ തെരഞ്ഞെടുപ്പ് കൺകെട്ട് വോട്ട് ലക്ഷ്യമിട്ട് പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ ഫണ്ടും സമയവുമില്ല. കേരളം വൻ കടക്കളിയിലേക്ക്, അങ്ങനെ ഭാരം പുതിയ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും തലയിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വീക്ഷണം പത്രം ഇന്ന്, അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ആംഗിളിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വീക്ഷണം പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ അവർ 2 ഹെഡ്ലൈൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്, അതായത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നു. അതിൽ സാമ്പത്തിക സർവേ പറയുന്നതനുസരിച്ച് ഭാരതം കുതിക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്തി, കേരളത്തിനും പ്രശംസയുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗമെങ്കിൽ, രണ്ടാം ഭാഗത്തിൽ തെരഞ്ഞെടുപ്പ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനാവില്ല, വേണ്ടത് വോട്ട് ഓൺ അക്കൗണ്ടാണ്, അതിൽ കാര്യങ്ങളൊന്നും നടപ്പിലാക്കി എടുക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയിൽ നിന്ന് 2 സ്ഥലത്തായി, അതായത് ഭാരതം കുതിക്കും, തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്നിങ്ങനെ 2ആയി അതിനെ വെച്ചുകൊണ്ടാണ് ഇന്ന് ജന്മഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മലയാള മനോരമയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലത്തെ ഈ 2 വർഷമായി നീണ്ടു നിൽക്കുന്ന 2 പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് എന്നുള്ളതാണ്. വിവരാവകാശ നിയമം പുനഃപരിശോധിക്കണമെന്ന് സാമ്പത്തിക സർവേ, എന്തിനിത്ര സുതാര്യത, വിവരാവകാശം ഭരണനിർവഹണത്തിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് വാദം. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഇന്ന് മനോരമയുടെ ഒന്നാം പേജിലുണ്ട്. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ഇത്തരത്തിലൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തുകൊണ്ടാണ് മനോരമ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തിലെ NDA സർക്കാർ ദുർബലമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് സർവേയിലെ വിവാദ ശുപാർശകൾ എന്ന് കൂടി വെച്ചുകൊണ്ടാണ് മനോരമ ഇന്ന് ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനോരമയുടെ 8ാം പേജിലാണ് ഇന്ന് എഡിറ്റോറിയൽ ഉള്ളത്. ആ എഡിറ്റോറിയലിൽ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതിങ്ങനെയാണ്: ബജറ്റിൽ കണ്ടതും കാണേണ്ടതും മുൻപ് പ്രഖ്യാപിച്ചതിൽ എത്രത്തോളം നടപ്പാക്കിയെന്ന ചോദ്യം ബാക്കിയാണെന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന വലിയ ഫലിതത്തിൽ നിന്നാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന് തുടക്കം കുറിച്ച് എന്നുള്ള തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വിമർശനത്തോടു കൂടിയാണ് ഈ ബജറ്റിൽ കാണേണ്ടതും കണ്ടതും എന്ന തരത്തിൽ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ബജറ്റിൽ പതിവ് പോലെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട അതേ അഭിസംബോധന തന്നെ പ്രയോഗിച്ചാൽ, സർ, ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ നിന്ന് അപ്രായോഗികവും ആവർത്തനവുമായതെല്ലാം മായ്ച്ചു കളഞ്ഞാൽ ശേഷിപ്പായി എന്തുണ്ടാകുമെന്നുള്ള ചോദ്യം കൂടിയാണ് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ബജറ്റിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ആ എഡിറ്റോറിയൽ ഉള്ളത് എന്നുള്ളതാണ്. മാതൃഭൂമിയിലും ഇന്ന് എഡിറ്റോറിയൽ അത് ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ ഇടത് ബജറ്റ് എന്നാണ് മാതൃഭൂമി ഇന്ന് ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. നാളത്തെ കേരളത്തിനായുള്ള സമഗ്ര കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 2ാം സർക്കാർ അവസാന ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന പോസിറ്റീവായ തരത്തിലാണ് ഇന്നത്തെ ഈ ബജറ്റിനെ മാതൃഭൂമി കാണുന്നത്. മാതൃഭൂമി പൊതുവിൽ 1ാം പേജ് മുതൽ ആദ്യ സമയത്ത് നമ്മൾ മനസ്സിലോട്ട് എന്ന പോസിറ്റീവായ ഹെഡ്ലൈനോടുകൂടി പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങളെക്കുറിച്ചും വളരെ പോസിറ്റീവായാണ് ഈ ബജറ്റിനെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാനാവും. അത്തരത്തിൽ ഇന്ന് എല്ലാ പത്രങ്ങളിലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 1ാം പേജിലും ഉൾപേജുകളിലും കൊടുത്തിരിക്കുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതാണ് അതിൽ എഡിറ്റോറിയലിലും ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പത്രങ്ങളുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് അവസാനിപ്പിക്കുകയാണ്. സേതുവിലേക്ക്.